പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്ക് കടമെടുത്താൽ ആശങ്കാജനകമാണ് കേരളത്തിലെ കോവിഡ് സാഹചര്യം. വാക്സിൻ ക്ഷാമവും ജനിതകമാറ്റം വന്ന വൈറസ് ഉണ്ടെന്ന സംശയവും നിയന്ത്രണങ്ങളോട് നിസ്സഹകരിക്കുന്ന ചെറുതെങ്കിലും ഒരു വിഭാഗം ജനതയുടെ സമീപനവും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം കോവിഡ് പ്രതിരോധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നതാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. എൻകൗണ്ടർ ഇന്ന് സങ്കീർണമാകുന്ന കേരളത്തിലെ കോവിഡ് സാഹചര്യത്തെയും പ്രതിരോധ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുകയാണ്. കൈവിടുന്ന പ്രതിരോധമോ? എന്റെ അതിഥികൾ: കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗ മേധാവി ഡോക്ടർ PS സിന്ധു, IMA പ്രതിനിധി ഡോക്ടർ ശ്രീജിത്ത്, ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ, ഒപ്പം തന്നെ ഡോക്ടർ SS സന്തോഷ് കുമാർ എന്നിവർ. ഡോക്ടർ സന്തോഷ് കുമാർ, ആശങ്കാജനകം എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ കോവിഡ് സാഹചര്യത്തെ വിലയിരുത്തി പൊതുജനത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ ആശങ്കാജനകം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗത്തെ എത്രത്തോളം വ്യാപ്തിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ ഡയറക്റ്റായി താങ്കളോട് ചോദിച്ചാൽ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ കേരളത്തിലെ കോവിഡ് സാഹചര്യം എന്തായിരിക്കും? നമ്മൾ ഇന്നത്തെ ഒരു വാർത്ത അനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ ഒരു ഭാഷ്യമനുസരിച്ച് തന്നെ ഒരു മെയ് ആദ്യത്തോടുകൂടി 50,000 കഴിയും പെർ ഡേ കേസസ്, ഒരു ദിവസത്തെ കേസുകളുടെ എണ്ണം 50,000 കഴിയുമെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അത് വളരെ എവിഡൻ്റ് ആണ്. കാരണം കഴിഞ്ഞ ഒരു 5 ദിവസത്തെ കണക്കിലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി, ഒരു ദിവസത്തെ കേസിനെ കാട്ടി അടുത്ത ദിവസം മിക്കവാറും ഒരു 3000 മുതൽ 3500 വരെയുള്ള ഇൻക്രീസാണ്, കൂടുതലാണ് ഇപ്പോൾ ഓരോ ദിവസവും കാണുന്നത്. അതിനകത്ത് നമ്മൾ 2000 മാത്രം എടുത്ത് ഇന്നിപ്പോൾ ദിവസം 21 നമ്മളൊരു 14 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് പീക്ക് എന്ന ധാരണയിൽ, ഫസ്റ്റ് വീക്കാണ് നമ്മുടെ പീക്ക് എന്നുള്ള ധാരണയിൽ പോയാൽ തന്നെ 14 ദിവസം കൊണ്ട് ആവറേജ് ഒരു 2000 കേസ് വെച്ച് കൂടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എങ്ങനെയാ ഒരു 28,000 കേസുകൾ നമുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ 22,000-ഉം 28,000 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൃത്യം 50,000 നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയി തന്നെ 50,000-ലേക്ക് ഒരു ദിവസം 50,000-ലേക്ക് എത്തുമെന്ന് ധാരണയുണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സന്തോഷ് കുമാർ, ഇപ്പോൾ ഈ കോവിഡ് ചികിത്സയിൽ കഴിയുന്നത് 1,35,631 പേരാണ്. അത് കേരളത്തെ സംബന്ധിച്ചൊരു ചെറിയ കണക്കല്ലല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ നിലയ്ക്കാണ് കോവിഡ് രോഗബാധിതരുടെ എണ്ണം ഈ പറയുന്ന പ്രോഗ്രഷനിലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ 2 ആഴ്ച 14 ദിവസം എടുക്കുകയാണെങ്കിൽ ഈ ഉയരാൻ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക? ആശങ്കയുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, ഇതിപ്പോൾ ഇത്രയും കേസുകൾ ICUവിൽ എത്തുന്ന രോഗികളുടെ എണ്ണം എത്രയായിരിക്കും, ഇല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ആവശ്യമുള്ള രോഗികളുടെ എത്ര എണ്ണമായിരിക്കും, ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നവരുടെ എണ്ണം എത്രമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ ഒരു പ്രൊജക്ഷൻ വെച്ച് നോക്കേണ്ട കാര്യം. അതാണ് അതിന് അനുസൃതമായിട്ട് നമുക്ക് ബെഡുകളുണ്ടോ, വെന്റിലേറ്ററുകളുണ്ടോ, ICU ബെഡുകളുണ്ടോ എന്നുള്ള പരിശോധനയാണ് കൃത്യമായി നടത്തേണ്ടത്. അത് എത്തുവാനുള്ള ഒരു എളുപ്പമാർഗം ഈ പറയുന്ന ഈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ആ സമയത്തേക്കുള്ള പ്രൊജക്ഷനാണ്. ഇപ്പോഴുള്ള ഈ പറയുന്ന 50,000 ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആശങ്കപ്പെടുന്ന തരത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരാതിരിക്കട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു അക്കത്തിലേക്കൊക്കെ നമ്മൾ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു പരിമിതമായ ബോധത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 9,735. ഡോക്ടർ പറഞ്ഞോളൂ. അതെ, അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് നമ്മൾ ആ സമയത്തെ ഒരു കേസുകളുടെ എണ്ണം ബിറ്റ്വീൻ 3 lakhs and 5 lakhs ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50,000 ഇൻറ്റു ഒരു 10 ദിവസത്തെ ഒക്യുപ്പൻസി എടുക്കുമ്പോഴാണ് നമ്മൾ ഈ 5 ലക്ഷം എടുക്കുന്നത്. അതിനകത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യൻസ് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള പേഷ്യൻസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിൽ 1% വെന്റിലേറ്റർ ആയിട്ടുള്ള രോഗികളായിട്ട് നമുക്ക് കണക്കാൻ കഴിയുന്നത്. അതിനകത്ത് 3% ICU പരിചരണം അല്ലെങ്കിൽ ഓക്സിജൻ
വേണ്ടി വരുന്നത്. അപ്പോൾ 1% എടുത്താൽ പോലും, ഒരു 3 ലക്ഷത്തിൻ്റെ 1% എടുത്താൽ പോലും 3000 പേരാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സർക്കാർ മേഖലയിലുള്ള നമ്മുടെ ICU ബെഡുകളുടെ എണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 2665 അപ്പോൾ അതിനകത്ത് ഒരു കൂടുതൽ നമ്മൾ 2000 വെച്ച് മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു സിസ്റ്റം ഓവർവെൽമിങ് ഈ പറഞ്ഞ സർക്കാർ മേഖലയിൽ ഉണ്ടാകുമെന്ന് ഏകദേശം നമുക്ക് ധാരണ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു പ്ലാനിങ് സർക്കാർ എന്തായാലും ഈ പറഞ്ഞ ഹെൽത്ത് സർവീസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഒന്നുകൂടെ പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ഡോക്ടർ, ഞാൻ ഒരു ഇൻ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞതുപോലെ 2650 ICU ബെഡുകളിലാണ് ഉള്ളത്. അതിൽ കോവിഡ് നോൺ കോവിഡ് രോഗികൾ 50% അടുത്ത് മാത്രമാണ് ബെഡുകളിൽ ഇപ്പോൾ ഉള്ളതാണ് സർക്കാർ നമുക്ക് തരുന്ന വിവരം. താങ്കൾ പറഞ്ഞ രീതിയിൽ ഒരു പ്രോഗ്രഷൻ ഉണ്ടായാൽ പോലും നമുക്ക് പ്രശ്നമാണ്. മാത്രമല്ല കോവിഡ് ഇതര ചികിത്സയ്ക്ക് വേണ്ടി, അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളിൽ എത്ര പേർക്ക് പോകാൻ കഴിയും, അവർക്ക് ഈ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ കിട്ടുമെന്ന സംശയമുണ്ട്. അതുപോലെ ഓക്സിജൻ ലഭ്യതയെക്കുറിച്ച് ഉള്ള ആശങ്കകൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 3776 വെന്റിലേറ്ററുകളാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ 277 വെന്റിലേറ്ററുകളിൽ നിലവിൽ ഇപ്പോൾ കോവിഡ് ഒക്യുപ്പൻസി ഉണ്ട് എന്ന് ഈ കണക്കുകൾ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ, അല്ലേ ഡോക്ടർ? അല്ല, അതിനകത്ത് ഒരു വ്യത്യാസവും കൂടെ ഉണ്ട്. നമ്മൾ ഇതെല്ലാം എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് ധരിക്കരുത്. കാരണം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ളത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലാണ് ഉള്ളത്. അതിനകത്ത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത്. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 4000 പേഷ്യൻസ് എങ്കിലും അവിടെ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിസ്റ്റം ഓവർവെൽമിംഗ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുകയല്ല പൊട്ടിപ്പുറപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും ആദ്യമായിട്ട് ഈ പറയുന്ന ബെഡുകൾ കിട്ടാതെ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളതാണ്. അപ്പം അടിയന്തരമായിട്ട് സർക്കാർ തീരുമാനിച്ചേക്കുന്നത് ഈ പറയുന്ന പ്രൈവറ്റ് മേഖലയിൽ നിന്നുള്ള 20% ബെഡുകൾ കിട്ടുന്നതാണ്. പക്ഷേ എനിക്കതിനകത്ത് നമുക്കൊരു ആശങ്കയുള്ളത്, ഒരിക്കലും ഒരു 20% ബെഡ് എന്ന് പറയുന്നത് ഒരു ആശുപത്രിയിൽ നിന്ന് എടുക്കാൻ കഴിയുകയില്ല. കാരണം കോവിഡ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചില ആശുപത്രികൾ, വലിയ ആശുപത്രികൾ മാത്രമാണ് 1-2 നിലകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ എൻട്രൻസ് സെപ്പറേറ്റ് ആയിരിക്കണം, എക്സിറ്റ് സെപ്പറേറ്റ് ആയിരിക്കണം, അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സെഗ്രിഗേഷൻ സെപ്പറേറ്റ് ആയിരിക്കണം. അതുകൊണ്ട് മിക്കവാറും ആശുപത്രികൾ മൊത്തമായിട്ട് എടുത്തുകൊണ്ട് ഇപ്പം തന്നെ നമുക്ക് ഈ പറഞ്ഞ പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ അങ്ങനെ ഒരു സംരംഭങ്ങൾ തുടങ്ങേണ്ട സമയമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പം തുടങ്ങിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ക്രൈസിസ് എത്തുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള പാട് ഭയങ്കര, ഒരു ഓർഗനൈസ് ചെയ്യാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോഴെങ്കിലും അത് തുടങ്ങണമെന്നുള്ളതാണ്. അതിന് മുംബൈയിൽ വാസ്തവത്തിൽ കഴിഞ്ഞ വർഷം ചെയ്തൊരു എക്സ്പീരിയൻസിൻ്റെ പേർത്താണ് ഞങ്ങൾ പറയുന്നത്. അന്ന് അവിടെ ചെയ്ത സൊല്യൂഷൻസ് വാസ്തവത്തിൽ ഇങ്ങനെയായിരുന്നു. പ്രൈവറ്റ് ആശുപത്രികൾ മൊത്തമായി തന്നെ, ഞങ്ങൾ അവിടെ പോയി പ്രവർത്തിച്ചതും അങ്ങനത്തെ ഒരു ആശുപത്രിയിലാണ്. അപ്പോൾ അവിടെ മൊത്തമായി തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആശുപത്രിയുടെ മാനേജ്മെൻറ്റ് അവിടുത്തെ ജീവനക്കാരെയും അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഉപയോഗിക്കുകയും ബാക്കിയുള്ള കൺസ്യൂമബിൾസും മരുന്നും കൂടുതൽ വേണ്ടി വരുന്ന മാൻ പവറും ഒക്കെ പുറത്തുനിന്ന് നൽകിക്കൊണ്ട് ഉള്ള ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിൽ ഈ പറയുന്ന ഒരു ക്രൈസിസ് നേരിടാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ആശുപത്രികളും സർക്കാരും സ്വാഭാവികമായും സന്തോഷ് കുമാർ, എനിക്ക് തോന്നുന്നു അതിപ്പോൾ നമ്മൾ ഇതിന് മുൻപൊരു സമയത്തും ഇതുപോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിന്റെ നടപടികളിലേക്ക് കടക്കുകയൊക്കെ ചെയ്താണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതേ മാതൃക തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ സർക്കാരിന്റെ മുന്നിലും മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. സർക്കാരിന് മുന്നിലും താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ കൂടി അറ്റാച്ച് ചെയ്ത് അവരുടെ പ്രവർത്തനത്തെ കൂടി എടുക്കുക എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും മുന്നിലുള്ള വഴി. ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ, ഈ കോവിഡ് ഇത്ര വേഗം നമ്മുടെ സംസ്ഥാനത്ത് ഈ വലിയ കണക്കുകൾ വരുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇത്രയധികം വ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹത്തോടൊരു ചോദ്യം ഉയർന്നു. തെരഞ്ഞെടുപ്പ്, നമ്മുടെ ഈ വോട്ടെടുപ്പ് കാലം ഇതിൻ്റെ ഒരു കാരണമായിട്ടില്ലേ എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ തിരികെ ചോദിച്ചത് ഡൽഹിയിൽ അതുണ്ടായിട്ടില്ലല്ലോ, മഹാരാഷ്ട്രയിൽ അതുണ്ടായിട്ടില്ലല്ലോ, അവിടെയൊന്നും തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ടല്ലല്ലോ ഈ കോവിഡ് ബാധിതരുടെ എണ്ണം ഇത്രയധികം കൂടിയത്. അപ്പോൾ അദ്ദേഹം വേരിയന്റുകളെ കുറിച്ച് പറഞ്ഞു. പല തരത്തിലുള്ള ഈ ജനിതക വകഭേദം വന്നിട്ടുള്ള കോവിഡുകളുടെ കൊറോണ വൈറസിൻ്റെ സാന്നിധ്യം ഇതിന് കാരണമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു.
ഡോക്ടർ, എന്തുകൊണ്ടാണ് കേരളത്തിൽ എത്ര വേരിയന്റുകൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തത്? നമ്മളിപ്പോൾ ഒരു UK വേരിയന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മളൊരു ബ്രസീൽ വേരിയന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മളൊരു ദക്ഷിണാഫ്രിക്കൻ വേരിയന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ ഇത്രയധികം കൊറോണ കേസ് കോവിഡ് ബാധിതർ ഉണ്ടാകാനുള്ള കാരണം ജനിതക വകഭേദം വന്നിട്ടുള്ള വൈറസിന്റെ സാന്നിധ്യമാണോ? അത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് മാത്രമായി അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇതിനേക്കാൾ വലിയ തരത്തിൽ കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് വേവ് വന്നപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നപ്പോൾ നമ്മളിവിടെ പ്രതീക്ഷിച്ചതാണ് ഇത് ഇനി അടുത്തത് കേരളത്തിലായിരിക്കും കൂടാൻ പോകുന്നതെന്ന്. അത് സ്വാഭാവികമായിട്ട് നേരത്തെയും സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ കോവിഡ് കൂടി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റ് പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് കാണുന്നത് ഇപ്പോൾ വരുന്ന ഈ ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ തന്നെയാണ്. കാരണം ഈ ജനിതക വ്യതിയാനം വന്ന വൈറസുകൾക്ക് അതിൻ്റെ വ്യാപന നിരക്ക് എന്ന് പറയുന്നത് മുമ്പത്തെ വൈറസിനെ അപേക്ഷിച്ച് പല മടങ്ങ് കൂടുതലാണ്. തന്നെയല്ല മരുന്നിനോടോ അല്ലെങ്കിൽ വാക്സിനുകളോടോ പ്രതികരിക്കുന്ന രീതിയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയത്ത് തന്നെ കേരളത്തിൽ ഏതെല്ലാം വ്യതിയാനങ്ങളാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല. കാരണം അതിനെപ്പറ്റി ഉള്ള പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മളൊരു തരം സീക്വൻസിങ് വഴിയാണ്. ആ സീക്വൻസിങ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സീക്വൻസിങ്ങിൻ്റെ ഒക്കെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പോൾ ഇവിടെ ഏതെല്ലാം വേരിയൻസ് ആണ് പടർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വേരിയൻസാണ് കൂടുതൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ തന്നെ, ശാസ്ത്ര സമൂഹത്തിൽ തന്നെ ഇപ്പോൾ വേറെ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട്. ഒരു ട്രിപ്പിൾ വേരിയന്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ്. അത് എനിക്ക് വന്ന മെസ്സേജ് ഇങ്ങനെയാണ്: ട്രിപ്പിൾ വേരിയന്റ് ഓഫ് SARS-CoV-2 ഐഡന്റിഫൈഡ് ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ്. 3 different mutants joined to form a new variant with different characteristics. Triple mutant. അങ്ങനെ അത് വാസ്തവമാണോ? അത് വാസ്തവമായിരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് പല മ്യൂട്ടൻസ് ആയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് 2 മ്യൂട്ടൻസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇരട്ട വ്യതിയാനം എന്ന് പറയുന്നത് 2 വൈറസിൽ കാണുന്ന മ്യൂട്ടേഷൻസ് ഒരൊറ്റ വൈറസിലായിട്ട് കാണുന്നതാണ്. അങ്ങനെ 2 വൈറസിലുള്ള മ്യൂട്ടേഷൻസ് ഒരൊറ്റ വൈറസിലേക്ക് വരുമ്പോൾ ആ 2 വൈറസിൻ്റെയും ക്യാരക്ടർ ഈ ഒരൊറ്റ വൈറസ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ മ്യൂട്ടൻസ് ആണെച്ചെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഗതി എന്ന് പറയുന്നത് ഇതിനേക്കാൾ കുറച്ചും കൂടി മോശമായിരിക്കാം. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എപ്പോഴും ഇങ്ങനെ മ്യൂട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും വൈറസിന് അനുകൂലമാവണമെന്നില്ല. ചില മ്യൂട്ടേഷൻസൊക്കെ അതിന് അനുകൂലമല്ലാത്ത വൈറസും അനുകൂലമല്ലാത്ത മ്യൂട്ടേഷനും ആയിരിക്കാം. അങ്ങനെ അനുകൂലമല്ലാത്ത ഒരു മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ വൈറസിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു ഗതി തന്നെ വരും. അങ്ങനെയുള്ള ഒരു മ്യൂട്ടേഷൻ വന്നിട്ടാണ് മുമ്പ് സാർസ് കൊറോണ വൈറസ് 1 എന്നുള്ള ഒരു വൈറസ് ഡിസപ്പിയർ ആയിരിക്കാം എന്നുള്ള ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം അത് 2 തവണ വന്നതിന് ശേഷം പിന്നീട് എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞ പോലെ SARS-CoV-1 ഈ അപ്രത്യക്ഷമാകാനുള്ള കാരണം താങ്കൾ പറഞ്ഞ പോലെ ഒരു മ്യൂട്ടേഷന്റെ ഭാഗമായി അതിന്റെ ശേഷി കുറഞ്ഞു പോയതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ ഉണ്ട്, IMA പ്രതിനിധി. ഡോക്ടർ ശ്രീജിത്ത്, ഈ സാഹചര്യമൊക്കെ വളരെ ഗുരുതരമാണെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം, നമ്മൾ ഈ പ്രതിരോധത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് വാക്സിനേഷനിലാണ്. ഇപ്പോൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ രാജ്യത്ത് തന്നെ 1.33%, എൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്തിക്കൊള്ളൂ, 1.33% ഇതുവരെ 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 137 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് 1.33%. കേരളത്തിൽ അത് 2.01%. മാത്രമല്ല, നമ്മളിവിടെ വാക്സിനേഷന് കനത്ത ക്ഷാമം നേരിടുന്നുണ്ട്. സംസ്ഥാനത്തെ വാക്സിനേഷൻ കൃത്യമായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പട്ടികയിൽ കേരളമുണ്ട് 1ാം സ്ഥാനത്ത് തന്നെ. പക്ഷേ നമുക്ക് വാക്സിനേഷന് വേണ്ടി വാക്സിൻ ഇല്ല. അതൊരു ഭാഗത്ത്. രണ്ടാമത്, ഈ ആരോഗ്യ വകുപ്പ് പ്രധാനമായി ഊന്നുന്നത്
ഈ ക്രഷ് ദ കർവ് എന്ന ആശയമാണ്. അതായത് വാക്സിനേഷനിലൂടെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇസ്രായേലൊക്കെ ചെയ്തതുപോലെ വാക്സിനേഷനിലൂടെ ഈ പ്രതിരോധത്തെ തീർക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കൊറോണ വൈറസിന് ഈ വാക്സിനേഷൻ ഫലപ്രദമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുള്ളൊരു ഉത്തരം ശാസ്ത്രീയ സമൂഹം നൽകുന്നില്ലല്ലോ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ക്രഷിംഗ് ദ കർവ് എന്ന നമ്മുടെ ആശയത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒന്നായി ഈ നീക്കങ്ങൾ മാറുമോ? അതും ഒരു ആശങ്കയല്ലേ? ഏതായാലും താങ്കൾ ചോദിച്ചതിനകത്ത് നിന്ന് 3 ചോദ്യങ്ങളാണ് പ്രായോഗികമായി ഞാൻ അനുമാനിക്കുന്നത്. ഒന്ന്, ഈ വാക്സിനേഷൻ നിലവിലുള്ള ഈ തോത് മതിയാകുമോ? ഇന്ത്യയിൽ കൂടുതൽ ആളുകളിലേക്ക് വാക്സിൻ എത്തേണ്ടതില്ലേ? 2, ഈ വാക്സിൻ്റെ ലഭ്യത. ആൻഡ് 3, ഈ ക്രഷ് ദ കർവ് എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതിന് വാക്സിൻ മാത്രം ഒരു പരിഹാരമാകുമോ? യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യം. അതല്ല, ജനിതക വ്യതിയാനങ്ങൾ ഇതിനൊരു പ്രശ്നമാകുമോ? ഇത്രയാണ് താങ്കൾ ചോദിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപക്ഷെ IMAക്കോ അല്ലെങ്കിൽ എനിക്കോ നൽകാനുള്ള സന്ദേശവും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ്. അതായത് 2 കാര്യങ്ങൾ, എനിക്ക് 2 മിനിറ്റ് സമയം തരിക. 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക. കാരണം ഡബിൾ മ്യൂട്ടേഷൻ, ട്രിപ്പിൾ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ, ഞാൻ തന്നെ എൻ്റെ ചില പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ജനിതക വ്യതിയാനം, ജീൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അവരറിയേണ്ട കാര്യവുമില്ല. കാരണം അവരറിയേണ്ടത് ഇതെങ്ങനെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ വൈറസ് വരാതിരിക്കും എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചത് മാതിരി നമുക്ക് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വന്നിരുന്ന സാമൂഹ്യ വാക്സിൻ, അല്ലെങ്കിൽ നമ്മൾ വൈറസിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് ഇതിനോടകം തന്നെ അറിയാവുന്ന 5 പ്രതിരോധ മാർഗങ്ങൾ. 2, വാക്സിൻ. ഈ സാഹചര്യത്തിൽ താങ്കൾ ചോദിച്ചത് മാതിരി വാക്സിൻ യാതൊരു സംശയവുമില്ല പരമാവധി ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കണം. ആ വാക്സിൻ ഒട്ടുമിക്കവാറും എല്ലാ വൈറസുകൾക്കെതിരെയും ഫലപ്രദമാണ്. അതായത് ഈ വൈറസിൻ്റെ പലതരം വ്യതിയാനങ്ങൾക്കെതിരെയും ഫലപ്രദമാണ്. എന്നാൽ ഇനി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്കെതിരെ ഫലപ്രദമാകുമോ? എല്ലാ വാക്സിനും എല്ലാ വ്യതിയാനത്തിനും ഫലപ്രദമാകുമോ എന്നുള്ളതിന് ഉള്ള ഉത്തരം ഒരുപക്ഷെ ഇല്ല എന്നുള്ളതാണ്. എന്ന് കരുതി ഇപ്പോൾ 70%, 80%, 90% എഫിക്കസി കിട്ടുന്ന 70, 80, 90% പിന്നെ വേരിയൻസിനെതിരെയും പ്രവർത്തിക്കുന്ന ഒരു വാക്സിൻ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഉപയോഗപ്രദമാണ്, ഫലപ്രദവുമാണ്. 100% എന്നുള്ളൊരു ലക്ഷ്യം മെഡിസിനിൽ തന്നെ വളരെ ചുരുക്കം മാത്രമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന്, വാക്സിൻ കൊടുക്കുന്നത് തീർച്ചയായിട്ടും ആവശ്യമാണ്. വാക്സിൻ കൊണ്ട് ഭൂരിപക്ഷം വ്യതിയാനങ്ങളെയും നമുക്ക് നേരിടാൻ സാധിക്കും. ഇനി അഥവാ വ്യതിയാനങ്ങൾ കൂടുതൽ വരികയാണെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള വാക്സിനോ അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസോ കൂടി നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അടിയന്തരമായി എല്ലാവരും പോയി വാക്സിന് തിരക്ക് കൂട്ടുന്നു. വാക്സിൻ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ 100 വാക്സിൻ ഉണ്ടെങ്കിൽ 500 പേര് ഒത്തുകൂടുന്നു. അവിടെ അനിയന്ത്രിതമായ തിരക്കുണ്ടാക്കുന്നു. ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. അത് വിപരീത ഫലമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാക്സിൻ ലഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2 ഡോസും ലഭിച്ച് ഒരു 2 ആഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് വൈറസ് കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള തിരക്കിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാതെ പാനിക്ക് വന്ന് ഓടിക്കൂടുന്ന ഒരു സ്വഭാവം നമുക്ക് വേണ്ട. തിരക്കില്ലാതെ ടോക്കൺ എടുത്ത് വാക്സിൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പോയി നമ്മൾ വാക്സിൻ സ്വീകരിക്കുക. ഇന്ന് സ്വീകരിക്കുന്ന വാക്സിൻ്റെ ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആഴ്ചകൾക്ക് ശേഷമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വരുന്ന ചോദ്യം, അതുവരെ നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി വ്യതിയാനമുള്ള വൈറസുകൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് രണ്ടും നമുക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. എന്താണ്? സാമൂഹ്യ വാക്സിൻ. അതെന്താണ്? 5 കാര്യങ്ങൾ. ഒന്ന്, ശരിയായ മാസ്കിൻ്റെ ഉപയോഗം. മൂക്കിൽ കണ്ണിന് താഴെ തുടങ്ങി മൂക്കും വായും പൂർണ്ണമായും മൂടി താടിയുടെ താഴെ തീരുന്ന മാസ്ക് 2 പേരിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പം വേണ്ടി വരില്ല. പക്ഷെ സാർവത്രികമായ മാസ്കിൻ്റെ ഉപയോഗം, ശരിയായ രീതിയിൽ ശരിയായ മാസ്ക് ഉപയോഗിക്കുക ഏറ്റവും പ്രധാനം. 2, കഴിയുന്നിടത്തോളം വ്യവഹാരങ്ങൾ തുറന്ന സ്ഥലങ്ങളിലാക്കണം. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഇപ്പോൾ കാർഷഡിലാണ് പേഷ്യൻസിനെ നോക്കുന്നത്. അപ്പോൾ കഴിയുന്നിടത്തോളം പുറത്ത് വ്യവഹാരങ്ങളാക്കുക. 3, കഴിയുന്നിടത്തോളം അകലം പാലിക്കുക. ഒരു മുറിയിൽ 2 പേരാണെങ്കിൽ 2 മൂലക്കിരിക്കുക. ജനലും വാതിലും എല്ലാം തുറന്നിടുക, തുറന്ന വായു സഞ്ചാരം. 4, ഏറ്റവും ചുരുങ്ങിയ സമയം ഇന്ററാക്ട് ചെയ്യുക. 1 മിനിറ്റിൽ പറഞ്ഞ് തീർക്കാവുന്ന കാര്യത്തിന് 2 മിനിറ്റ് എടുക്കാതിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും ഓർത്തോണം, അടഞ്ഞ മുറികൾ അടുത്തിരിക്കുക, ഏറെ നേരം ഇരിക്കുക, അപ്പോഴാണ് വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. 5, കൈകളുടെ ശുചിത്വം, പരിസര ശുചിത്വം. അപ്പോൾ ഈ മാർഗങ്ങൾ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ ഇനി ഏത് വൈറസ് വ്യതിയാനമാണെന്നിരിക്കട്ടെ, അത് നമ്മളെ ബാധിക്കില്ല.
വാക്സിൻ വരെയുള്ള അളവിൽ നമ്മളെ ബാധിക്കില്ല. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അഥവാ നമ്മൾ വാക്സിൻ സ്വീകരിച്ചു എന്നിരിക്കട്ടെ, വാക്സിൻ സ്വീകരിച്ചിരിക്കുന്ന ഒരാൾക്ക് 2 ഡോസ് കിട്ടിയാലും അല്ലെങ്കിൽ 1 ഡോസ് കിട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ ഇമ്മ്യൂണിറ്റി കിട്ടും, 2 ഡോസ് കിട്ടിക്കഴിയുമ്പോൾ ഏതാണ്ട് നല്ല ഇമ്മ്യൂണിറ്റി കിട്ടും. എന്നാൽ പോലും അവർക്ക് വൈറസ് ബാധ ഉണ്ടാകാം. അവർക്ക് ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാകില്ല, മരണം സംഭവിക്കില്ല. പക്ഷെ അവർ വൈറസ് വാഹകരാകാം, അവരിൽ നിന്നുള്ള മറ്റുള്ളവരിലേക്ക് കിട്ടുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി വാക്സിൻ എടുത്തു കഴിഞ്ഞവരാണെങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞ 5 മാർഗങ്ങൾ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ലാസ്റ്റിൽ ഒറ്റ ലൈനും കൂടെ ഞാൻ, ഈ വാക്സിൻ്റെ ഈ ഒരു ക്ഷാമം നമുക്കിപ്പോൾ താൽക്കാലികമായിട്ട് ഒരുപാട് പേർക്ക് വാക്സിൻ ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കൂടുതൽ വാക്സിനുകൾ വരുന്നുണ്ട്, കൂടുതൽ നിർമ്മാണ കമ്പനികൾ വരുന്നുണ്ട്. കോവാക്സിൻ്റെ തന്നെ ശേഷി ഇപ്പോൾ 1 കോടി എന്നുള്ളത് താമസിയാതെ 10 കോടിയിലേക്ക് എത്തുന്നുണ്ട്. കോവിഷീൽഡിൻ്റെ തന്നെ വീണ്ടും പിന്നെ ഇറക്കുമതി കുറച്ചുകൂടെ വിപുലമാക്കിക്കൊണ്ട് കൂടുതൽ വാക്സിനുകൾ ലഭ്യമാകുന്നു. സ്പുട്നിക് പോലുള്ള വാക്സിനുകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മാസങ്ങൾക്കുള്ളിൽ ഇത് എല്ലാവർക്കും വാക്സിൻ ലഭിക്കുന്ന ഒരു സാഹചര്യം വരും. അതുവരെ അത് കഴിഞ്ഞും നാം നേരത്തെ പറഞ്ഞ സാമൂഹ്യ വാക്സിൻ തുടർന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. ശരി, ഡോക്ടർ PS ഇന്ദു, ഈ പറഞ്ഞ കണക്കുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ വരുന്ന 2-3 ആഴ്ചകൾ നമുക്ക് വളരെ നിർണായകമാണ്. നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളടക്കം, നമ്മുടെ ആശുപത്രിയിലെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം നിലവിലെ സാഹചര്യത്തെ നേരിടാൻ എത്രത്തോളം പര്യാപ്തമാണ് എന്ന സംശയമാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പങ്കുവെക്കുന്നത്. ആ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ സൂചിപ്പിച്ചതുപോലെ വാക്സിൻ എടുക്കാൻ വരുന്നവർ പോലും, ആ ആൾക്കൂട്ടം പോലും കൃത്യമായി നിയന്ത്രിക്കപ്പെടാതെ അവരുടെ ഇടയിൽ പോലും കോവിഡ് വ്യാപനം ഉണ്ടാകാൻ, അപകടകരമായ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. വാക്സിൻ മാനേജ്മെൻ്റ് അടക്കം, ചികിത്സയടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൻ്റെ സർക്കാരിൻ്റെ മാനേജ്മെൻറ്റുകളിലെ പോരായ്മകൾ ഇതിന് കാരണമാകുന്നുണ്ടോ? ഇപ്പോൾ വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഈ റേഷൻ കടയിൽ നിൽക്കുന്ന പോലെ ആളുകൾ തിക്കിത്തിരക്കി ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? സാമൂഹ്യ അകലമൊക്കെ കൃത്യമായി പാലിക്കപ്പെടുകയും അതൊരു ഡീസെൻട്രലൈസ് ചെയ്ത് അത് നൽകുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? അത്തരം കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ? ഈ പാൻഡമിക് നേരിടുന്നതിൽ വാക്സിന് വളരെ പ്രധാനമായ ഒരു പങ്കാണുള്ളത്. നമ്മൾ ഈ പാൻഡമിക് നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ ആണോ, പല പല കാരണങ്ങൾ കാണും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്ത ഒരു വലിയ ഔട്ട്ബ്രേക്ക് വരുന്നത് ഏഷ്യയാണ്. ഏഷ്യയിലെ ലോകാരോഗ്യ സംഘടനയുടെ ഇന്നലെ പ്രസിദ്ധീകരിച്ച വീക്ക്ലി എപ്പിഡമിയോളജിക് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം, അടുത്ത പാൻഡമിക്കിന്റെ ഒരു വലിയ പീക്ക് ലോകത്തിന്റെ ആകമാനം കേസുകളെയും മരണങ്ങളെയും മുകളിലേക്ക് ഒരുപക്ഷെ യൂറോപ്പും അമേരിക്കയും നേരിട്ട അത്തരം ഒരു പീക്കിനെ കഴിയും വലിയ തരത്തിലുള്ള ഒരു ഔട്ട്ബ്രേക്ക് ആണ്, ഒരു പീക്കാണ്, ഒരു കുന്നും ഒരു തരംഗവുമാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ കേരളത്തിലെ ഇന്നത്തെ ഈ വാക്സിൻ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാക്സിൻ എടുക്കാനുള്ള ഒരു മടി, ആ മടി ഇപ്പോൾ മാറുകയും ആളുകൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ പോസിറ്റീവായിട്ട് കാണണം. അപ്പോൾ പോലും ഈ വാക്സിൻ എടുക്കുമ്പോൾ തിക്കിത്തിരക്കുക, അപ്പൊ അതിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ, ഈ സ്പോട്ട് രജിസ്ട്രേഷനും ടോക്കൺ കൊടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രം വാക്സിൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളിലേക്ക് മാറുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാക്സിൻ എഫിക്കസി, നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ വാക്സിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ പറയുന്നതിന് പകരം തിരക്കാതെ, കാരണം ഇതിനകത്ത് ഒരു കേസ് കൂടുന്നു എന്നുള്ളത് ഉത്കണ്ഠ ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സംയമനത്തോടു കൂടി ഏതാണോ ഓരോ സമയത്തും, അത് നമ്മുടെ അടുത്തുള്ള സെന്ററുകളിൽ അത് നമുക്ക് 1056 ദിശയുടെ നമ്പർ ഉണ്ട്, അത് വെച്ച് ഉറപ്പുവരുത്താം. അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം തിരക്കും കൂട്ടാതെ കാരണം അത്തരം നമ്മൾ വാക്സിൻ പ്രതിരോധത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ആ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ വാക്സിൻ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് വ്യാപനം ഉണ്ടാക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ ഏപ്രിൽ മാസത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രായമുള്ളവർക്കാണ്, 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ്. അപ്പൊ പ്രായമുള്ള പലരും ആദ്യം എടുത്തവര് രണ്ടാമത്തെ ഡോസിനും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തിരക്ക് കൂട്ടാതെ എടുക്കണം എന്നുള്ളത് ഒരു കാര്യം. പിന്നെ വാക്സിൻ എഫിക്കസിയും ഈ ജനിതക വ്യതിയാനത്തെ കുറിച്ചൊക്കെ ഒരുപാട് മാധ്യമ ചർച്ചകൾ, ഈ ഒരു ടൈറ്റിൽ തന്നെ കൈവിടുന്ന പ്രതിരോധം എന്നാണല്ലോ. അപ്പൊ ഈ പ്രതിരോധം കൈവിടാതിരിക്കണമെങ്കിൽ ഇത്തരം ചർച്ചകളിൽ കുറച്ചുകൂടി വ്യക്തത, ഉദാഹരണത്തിന് നമ്മൾ ഈ 100% എഫിക്കസി എന്നുള്ളത് ഒരു വാക്സിന് വളരെ ചുരുക്കം വാക്സിനുകളേ ഉള്ളൂ. ഇപ്പം പേവിഷബാധയ്ക്ക് എതിരെ എടുക്കുന്ന ഒരു വാക്സിൻ, ആന്റി റേബീസ് വാക്സിൻ, അതിന് 100% പ്രതിരോധമുണ്ട്. പേപ്പട്ടി കടിച്ചാൽ പോലും
ഒരു ക്ലിനിക്കിൽ പോയി വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അസുഖം വരത്തില്ല എന്ന് 100% ഉറപ്പുണ്ട്. അത്തരത്തിലുള്ള വളരെ ചുരുക്കം വാക്സിനുകൾ ഒഴിച്ച് ബാക്കി എല്ലാ വാക്സിനുകളുടെയും എഫിക്കസി ഇതുപോലെ 80%, 90% അങ്ങനെയാണ്. അപ്പൊ കോവിഡ് വാക്സിന് 80%, 70% എഫിക്കസി ഉണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ്, അത് നേട്ടമാണ്. ഇപ്പൊ ജനിതക വ്യതിയാനം വരികയാണെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള സർക്കുലേറ്റ് ചെയ്യുന്ന പഠനങ്ങൾ പൂർത്തിയായി വരട്ടെ എങ്കിൽ പോലും ഈ വാക്സിൻ എന്നത് അതിന്റെ ഒരു എഫിക്കസിയെ കുറിച്ചുള്ള ഒരു സംശയങ്ങൾ വരുന്നതിന് പകരം അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും കഴിയുന്നത്ര ഡിസിപ്ലിൻഡ് ആയിട്ട്, അപ്പൊ അതിൽ അഡ്രസ് ചെയ്യേണ്ട നയപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലതും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്നോ നാളെയോ നമുക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ദീർഘകാല അടിസ്ഥാനത്തിൽ നയപരമായിട്ട് പൊതു മേഖലയിൽ വാക്സിൻ നിർമ്മിക്കുക, വാക്സിന്റെ വിലയുണ്ട്, അതിന്റെ റെഗുലേഷൻ ഉണ്ട്, അതിന്റെ ഇക്വിറ്റി, അങ്ങനത്തെ ഒരുപാട് നയപരമായ കാര്യങ്ങളുണ്ട്. അതാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തിൽ കുറെ കാര്യങ്ങൾ നയപരമായ കാര്യങ്ങൾ. ഡോക്ടർ ഇന്ദു, ഞാൻ ഒന്ന് ഇടപെടട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ഈ വാക്സിനെതിരെയോ വാക്സിൻ സ്വീകരിക്കുന്നതിനെതിരെയോ ഈ ചർച്ച തിരിച്ചുവിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ശാസ്ത്ര സമൂഹത്തിന് കോവിഡിന്റെ വകഭേദം അടക്കമുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ആശയക്കുഴപ്പമുണ്ടോ അതിന്റെ ഒരു 10 ഇരട്ടി ആശയക്കുഴപ്പമുണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക്. അവരെ സംബന്ധിച്ച് 2 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി മനുഷ്യൻ വിചാരിക്കുന്നത് ഞാൻ പൂർണ്ണമായും ഷീൽഡായി കഴിഞ്ഞു എന്നാണ്. അതായത് കോവിഡ് എന്നെ ബാധിക്കില്ല എന്നാണ്. ഞാൻ പറഞ്ഞ ഒരു ശരാശരി മനുഷ്യന്റെ കാര്യമാണ്. പക്ഷേ 2 ഡോസ് വാക്സിൻ എടുത്ത ശേഷവും കോവിഡ് ബാധിതരായിട്ടുള്ളവരുണ്ട്. മാഡം പറഞ്ഞത് ശരിയാണ്, 70% എഫിക്കസിയാണുള്ളത്, 30% ദേ ആർ പ്രോൺ, സമ്മതിക്കുന്നു. ഇനി മറ്റൊരു പ്രശ്നമുണ്ട്. ഈ പഴയ സാഹചര്യമല്ല, കാരണം കൂടുതൽ ആളുകളിലേക്ക് വേഗം രോഗം പകരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവിടെ വാക്സിൻ കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട്. കുറച്ചുകൂടി ശാസ്ത്രബോധമുള്ളവരൊക്കെ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച ഈ കൊറോണ വൈറസിനെ വാക്സിൻ കൊണ്ട് പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമോ എന്ന മറുചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതിനൊന്നും വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാൻ നമ്മുടെ മെഡിക്കൽ സമൂഹത്തിന് കഴിയുന്നില്ല. അതാണ് നമ്മൾ നേരിടുന്ന ഒരു ഡിലമ. ഇതിൽ നമുക്ക് വേരിയന്റ് ഓഫ് കൺസേൺ എന്ന് പറയുന്ന നമ്മുടെ UK സ്ട്രെയിൻ, സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിൻ, ബ്രസീലിയൻ സ്ട്രെയിൻ, പിന്നെയുള്ള നമ്മളെ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതില് വൈറസുകൾക്ക് ജനിതക വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതിനെ നേരിടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈ വാക്സിൻ അതുകൊണ്ടാണ് ഈ നിലവിലുള്ള പഠനങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഇത്തരം വേരിയന്റുകളെ നേരിടാൻ എത്രത്തോളം നമുക്ക് ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പോഴത്തെ 2 വാക്സിനുകൾ ഫലപ്രദമാണ്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ഒരു വാക്സിൻ എടുത്തവർക്ക് വരുന്ന റീഇൻഫെക്ഷൻ റേറ്റുകൾ ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാർ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഡേറ്റ അനുസരിച്ച് അത് കുറവാണ്. പക്ഷെ എന്നാൽ പോലും അതിൽ ഗുരുതരാവസ്ഥയിൽ വരുന്നില്ല, മരണം വരുന്നില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്. ഒരുപക്ഷെ ജനിതക വ്യതിയാനം ഇതിന്റെ വൈറസിന് ഒരു സർവൈവൽ ബെനിഫിറ്റ് ഉള്ള വ്യത്യാസങ്ങളാണ് അല്ലെങ്കിൽ മ്യൂട്ടേഷനുകളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ എസ്കേപ്പ് മ്യൂട്ടന്റ് ആ ഒരു പ്രതിഭാസത്തിലോട്ട് പോവുകയും നമുക്ക് മറ്റു ചില വാക്സിനുകൾ നിർമ്മിക്കേണ്ടി വന്നാൽ പോലും അതിനു വേണ്ടിയുള്ള ഒരു സാങ്കേതിക വിദ്യയും ശാസ്ത്രവും നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ചർച്ചയിൽ വരേണ്ടത് അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ വാക്സിന്റെ ബൂസ്റ്റർ എടുക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വാക്സിൻ എടുക്കുകയോ, ചിലപ്പോൾ ചില പ്ലാറ്റ്ഫോമിലുള്ള വാക്സിനുകളായിരിക്കും ഭേദം, അങ്ങനെയൊക്കെ വരും. അപ്പൊ അത് അന്ന് നമ്മൾക്ക് നോക്കുകയും പരിഹരിക്കുകയും ചെയ്യാം. അത്തരം കാര്യങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നടത്തുകൊണ്ടിരിക്കുകയല്ലേ ശാസ്ത്രലോകവും ഗവേഷണവും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ സന്തോഷ് കുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആരോഗ്യ രക്ഷാ സംവിധാനങ്ങളുടെ പര്യാപ്തത എത്രത്തോളം ഉണ്ടാകും എന്ന കാര്യം ഈ വരും ദിവസങ്ങളിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുക. കാരണം കൂടുതൽ കോവിഡ് ബാധിതർ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെങ്ങനെയാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത് എന്നനുസരിച്ചാണ്. പക്ഷേ ചെറിയ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ മൈക്രോ ലെവൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളെ കുറിച്ച് പറയുന്നുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. രാത്രി കർഫ്യൂ നമ്മൾ നടപ്പാക്കി തുടങ്ങി. ഈ കടകളൊക്കെ നിർബന്ധമായും അടയ്ക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ശനി ഞായർ ദിവസങ്ങൾ കുറച്ചുകൂടി കർക്കശമായ നിയന്ത്രണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, താങ്കൾക്കും ഓർമ്മയുണ്ടാകും, നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് കോവിഡ് ബാധിതനായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് നിർദ്ദേശിച്ചിരുന്നത്, സർക്കാർ തന്നെ നിർദ്ദേശിച്ചിരുന്ന അത്ര ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ റൂം ക്വാറന്റീൻ മതി എന്നുള്ളതായിരുന്നു. മുറിയിൽ അടച്ചിട്ട് ഐസൊലേറ്റ് ചെയ്തിരിക്കുക. അത് വളരെ ഫലപ്രദമായിരുന്നു കേരളത്തിൽ. കാരണം വളരെ ശ്രദ്ധയോട് നീങ്ങുമ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഈ കോവിഡ് വരാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അനുഭവിച്ചു, നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായി അറിയില്ല, പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വലിയ സാമാന്യം നല്ല രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ എടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും രോഗം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാപന തോത്, അതിൻ്റെ തീവ്രത വളരെ കൂടിയിരിക്കുന്നു ഈ 2ാം തരംഗത്തിൽ എന്നാണ്.
താങ്കൾ സ്ഥിരീകരിക്കേണ്ടതാണ് അത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യം, കൂടുതൽ ആളുകൾക്ക് ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സിനെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? ഇത് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ നിന്നും നമുക്ക് എവിഡൻസ് കിട്ടുന്നതാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ വേവ് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് അതിൻ്റെ പീക്ക് കേരളത്തിൽ എത്തുമ്പോൾ ഏകദേശം ഒക്ടോബറിലാണ്, അതായത് 8-9 മാസം കഴിഞ്ഞിട്ടാണ് പീക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ താഴ്ന്നു പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും പീക്ക് പെട്ടെന്ന് എത്തിയിട്ടുള്ള മഹാരാഷ്ട്രയിൽ പോലും ഈ ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് ജൂൺ ജൂലൈ മാസമാണ് എത്തുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ നമുക്കറിയാം, നമുക്ക് മാർച്ച് തുടങ്ങുമ്പോൾ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ട് ചെയ്ത പീക്ക് ഇപ്പോൾ ഏപ്രിൽ പകുതിക്ക് ആകുമ്പോഴേക്ക് തന്നെ വളരെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും ഒക്കെ കടന്നുപോയി, 13,000 ഒക്കെ കടന്നുപോയി, ഇപ്പോൾ ഏകദേശം 22,000 എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നിന്ന് അറിയാം, കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ഫാസ്റ്റായിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ ജനിതക മാറ്റങ്ങൾ വന്നിട്ട് വേണം ഇത് സ്ഥിരീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു എപ്പിഡമിക്കിനകത്ത് അതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് വളരെ പെട്ടെന്ന് ഈ രോഗം കിട്ടുകയും നമുക്ക് ഉള്ള ICU ബെഡുകളും നമുക്കുള്ള ആശുപത്രി കിടക്കകളൊക്കെ പെട്ടെന്ന് കൂടുന്ന രോഗികളുടെ തോതനുസരിച്ച് നമുക്ക് പറ്റാതെ വരികയും ചെയ്യുന്നതാണ്, തികയാതെ വരികയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമുക്കിവിടെ ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ജനിതക മാറ്റം വന്നിട്ടുള്ള വൈറസ് ആണെന്നും ഒക്കെ അനുമാനിച്ചുകൊണ്ട്, അത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണെന്ന് തന്നെ അനുമാനിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള മുൻകരുതൽ എടുക്കുന്നതാണ് നമുക്ക് പ്രധാനം. അല്ലാതെ മറ്റ് തിരിച്ച് അങ്ങനെയല്ല. ഈ പറയുന്നത് വളരെ സ്പ്രെഡ് ചെയ്യുന്നില്ല, ഈ സ്റ്റഡീസൊക്കെ വന്നിട്ട് മാത്രം ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് മാത്രം നടപടികൾ എടുത്താൽ മതി എന്നുള്ളതല്ല നമ്മുടെ ധാരണ. അപ്പോൾ ഇപ്പോഴുള്ള ധാരണ അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ഒത്തിരി പേർക്ക് ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഘടകമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്കാണ് നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ ആശുപത്രികളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഒക്കെ ഈ വാർഡുകളും ICUകളും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. മാത്രമല്ല എറണാകുളം പോലെ ജില്ലകളിൽ ഇതുപോലെ ഈ ബെഡുകൾക്കാട്ടിയും കൂടുതൽ പേഷ്യൻസ് വന്നു തുടങ്ങിയെന്ന് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം എറണാകുളം ജില്ലയിലെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ രോഗികളുടെ എണ്ണം, കോവിഡ് ബാധിതരുടെ എണ്ണം ഒക്കെ നമ്മളുടെ അവൈലബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രയ്ക്ക് പുറത്തേക്ക് കടക്കുന്ന സാഹചര്യം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സിലേക്കല്ല നമ്മുടെ ശ്രദ്ധകൾ കേന്ദ്രീകരിക്കേണ്ടത് എന്നുള്ളതാണ് വീണ്ടും പറയുന്നത്. കാരണം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ സാധാരണ എത്തുന്നത് വളരെ മൈൽഡായിട്ടുള്ള ആൾക്കാർ, വളരെ മൈൽഡ് കാറ്റഗറി 1 മാത്രമാണ് എത്തുന്നത്. പക്ഷേ മരണം ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് കാറ്റഗറി 2ഉം 3യുമായിട്ടുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ചികിത്സയാണ് വാസ്തവത്തിൽ ICUകളിലും ഈ പറയുന്ന വെന്റിലേറ്ററും ഒക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഈ പറയുന്ന ഇനി ഒരു 2 ആഴ്ച കാര്യമാണ് പറയുന്നത്. ഈ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു എപ്പിഡമിക്കിൻ്റെ ഒരു സവിശേഷത, അത് ഫാസ്റ്റായിട്ട് പീക്കിലെത്തുകയും ഫാസ്റ്റായിട്ട് താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മെയ് അവസാനമാകുമ്പോഴേക്കും ഇതിൻ്റെ പീക്ക് താഴോട്ട് വരേണ്ടതാണ്. നമ്മുടെ മഹാരാഷ്ട്രയിലെയും UPയിലെയും കണക്കുകൾ കാണിക്കുക അവിടുത്തെ പീക്ക് കഴിഞ്ഞിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഈ പ്രഡിക്ഷൻസ് അനുസരിച്ച് തന്നെ IIT കാൺപൂരിൻ്റെ പ്രഡിക്ഷൻസ് അനുസരിച്ച് തന്നെ ആ മോളോട്ട് പോയി പെട്ടെന്ന് താഴോട്ട് പോകുന്ന ഒരു പീക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതേ പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു 2 ആഴ്ചക്കകം വരുന്ന പേഷ്യൻസിനകത്ത് ഈ മരണസാധ്യതയുള്ള പേഷ്യൻസിന് കൃത്യമായ ചികിത്സ കൊടുക്കുവാനുള്ള സംവിധാനം നമുക്ക് അടിയന്തരമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മരണനിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. നമുക്ക് ബാക്കി എന്ത് തന്നെ വന്നാലും ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ ഒരു പനി വന്നു കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല. പക്ഷേ മരണം ഉണ്ടാവുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ആശങ്കാജനകമാകുന്നത്. ഇതുവരെയും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞത് എന്താണ്? മരണനിരക്ക് കുറച്ചുകൊണ്ടാണ്. നമുക്ക് ഈ രോഗം വന്നാലും പോലും ആരെയും മരിക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു മോട്ടോ നമുക്കുണ്ടായിരുന്നു. അത് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ഈ പീക്കിനകത്തും അത് നടപ്പിലാക്കണം
ഉണ്ടാക്കണമെങ്കിൽ വ്യത്യസ്തമായ സമീപനങ്ങൾ സ്വീകരിക്കും. കാരണം നമ്മൾ ഇത്രയും നാളും കഴിഞ്ഞ വർഷം നമ്മൾ പിടിച്ചു നിന്നത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനം കൊണ്ട് ഈ രോഗികളുടെ എണ്ണം നമ്മുടെ കപ്പാസിറ്റിയെക്കാട്ടിയും കൂടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമായി നടത്തിക്കൊണ്ടാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ പീക്ക് വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ കപ്പാസിറ്റിയെക്കാട്ടിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ പ്രൊജക്ഷൻ അനുസരിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കണം. ശരി ഡോക്ടർ സന്തോഷ് കുമാർ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. കോവിഡ് രണ്ടാം തരംഗത്തെ നേരിടാനുള്ള പ്രധാനപ്പെട്ട പോംവഴി വാക്സിനേഷൻ ആണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ആവർത്തിക്കുമ്പോൾ വാക്സിൻ ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് ആരാണ്? കേരളത്തിൽ വാക്സിനേഷൻ എടുത്ത് പകുതി ദൂരം സഞ്ചരിച്ചവർ ഇനിയും രണ്ടാം ഡോസിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് ഇതിനുള്ള പരിഹാരം, പോംവഴി? വിശദമായി ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം. അതിമാരകമാകുന്ന കോവിഡിന്റെ രണ്ടാം തരംഗത്തെ നേരിടാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി വാക്സിനേഷൻ ആണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുമ്പോഴും വാക്സിൻ ക്ഷാമമാണ് സംസ്ഥാനത്ത് ഇന്ന് അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതെങ്ങനെയുണ്ടായി, എന്താണ് ഇതിനുള്ള പരിഹാരം? വിശദമായി പരിശോധിക്കാം. ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ, വാക്സിനേഷനാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ആയുധമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ക്രഷിംഗ് ദ കർവ് എന്ന ആശയത്തെ ഫലവത്താക്കാൻ വേണ്ടി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്നതും വാക്സിൻ ക്ഷാമത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ ഡോസ് എടുത്ത് 44-45 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോസ് കിട്ടാതെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വലഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ ഒരുപിടി ആളുകളുണ്ട്. ഇവിടെ വാക്സിനേഷൻ സംബന്ധിച്ച് വാക്സിൻ നയം കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾ നേരിട്ട് വാങ്ങേണ്ടി വരുന്ന, അതായത് അതിൻ്റെ സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങൾക്ക് വരുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ മറുപുറമാണ് ഈ വലിയ സാഹചര്യമൊക്കെ, ഈ ഗുരുതര സാഹചര്യമൊക്കെ വരുമെന്നിരിക്കെ അത് കണക്കിലെടുക്കാതെ വാക്സിനുകൾ എക്സ്പോർട്ട് ചെയ്ത സംഭവം വിവാദമായതും. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിന് ഈ ക്ഷാമം അനുഭവിക്കേണ്ടി വന്നത്? എനിക്ക് തോന്നുന്നത് നേരത്തെ ഈ വാക്സിനേഷൻ്റെ പ്ലാനിങ്ങിൽ കുറച്ചൊരു പിഴവ് പറ്റിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ വാക്സിൻ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ എല്ലാവർക്കും വാക്സിൻ ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു അളവ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എത്തേണ്ടതായിരുന്നു. അത്രമാത്രം വാക്സിൻ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വാക്സിൻ ക്ഷാമം എന്നുള്ള ഒരു വാക്ക് ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ലായിരുന്നു. അതേ സമയത്ത് തന്നെ നമ്മുടെ കമ്പനികളൊക്കെ ഇഷ്ടംപോലെ വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ വാക്സിനുകൾ നമുക്ക് യഥാവിധി കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വാക്സിൻ അതിൻ്റെ നിർമ്മാണം പരമാവധി കൂട്ടുക, എന്നിട്ട് പരമാവധി ഈ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുക, അത് പരമാവധി പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോൾ 2 വഴിയേ ഉള്ളൂ ഈ കോവിഡ് സ്പീക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ഒന്ന് വാക്സിനേഷൻ തന്നെ. വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ പെട്ടെന്ന് അങ്ങണ്ട് ആൾ റെസിസ്റ്റൻ്റ് ആവില്ല. അതിന് സമയമെടുക്കും, അതിന് കുറച്ച് കാലം എടുക്കും. രണ്ടാമത് എന്നുള്ളത് നമ്മൾ കോവിഡ് പ്രോട്ടോക്കോൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നേരത്തെ ഡോക്ടർ ശ്രീജിത്ത് എല്ലാം പറഞ്ഞു, വാക്സിനേഷനും അതുപോലെ ചിലതരം കോവിഡ് പ്രോട്ടോക്കോൾ അത് കൃത്യമായി പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്നെ എനിക്ക് ഒരു കാര്യം കൂടി അതിലേക്ക് കൂട്ടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കോവിഡ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എല്ലാവരും പുറത്താണ് പാലിക്കുന്നത്. അതായത് വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ ആ കോവിഡ് പ്രോട്ടോക്കോൾ എങ്ങനെ പാലിക്കണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ആർക്കും കൊടുത്തിട്ടുണ്ട് തോന്നുന്നില്ല. അതേപോലെ പുറത്ത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്ന അതേ രീതിയിൽ തന്നെ വീട്ടിലും ഒരു രോഗിയുണ്ടെങ്കിൽ ദ സെയിം പ്രോട്ടോക്കോൾ പാലിക്കണം. അതായത് അവിടെയും രോഗിയല്ലാത്ത ബാക്കി എല്ലാവരും മാസ്ക് ധരിക്കുകയും അതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുകയും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും പുറത്ത് കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രോഗികളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഡോക്ടർ, എനിക്ക് അതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എത്ര കാലത്തേക്കാണ് എന്ന കാര്യത്തിൽ ഒരു തീർച്ച ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം 1 വർഷം വരെ എന്ന് പറയുന്നുണ്ട്, അത്രയും ഇല്ല എന്ന് പറയുന്നവരുണ്ട്, 1 വർഷത്തിൽ കൂടുതലുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഈ സെറോ സർവേയിൽ നമ്മൾ മനസ്സിലാക്കിയത് കേരളത്തിൽ ഏതാണ്ട് 10-15% ആളുകൾക്കാണ് ഇതുവരെ കോവിഡ് വന്നിട്ടുള്ളതെന്നാണ്. ഇതിൽ തന്നെ ഈ കോവിഡ് ബാധിതരായി അറിയാതെ, പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കോവിഡ് വന്നു പോയവരും ഉണ്ടാകുമല്ലോ, അവർക്ക് ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക്
വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ആൻറ്റിബോഡീസിൻ്റെ പ്രൊട്ടക്ഷൻ എത്ര കാലം കിട്ടും ഒരു മനുഷ്യന്? അത് വളരെ ശരിയാണ്. ഈ ആൻറ്റിബോഡി പ്രൊട്ടക്ഷൻ എത്ര കാലം കിട്ടുമെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് പറയാൻ പറ്റില്ല. ചില വാക്സിൻ പറയുന്നത് 6 months to 1 year വരെ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ സമയം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം കോവിഡ് തുടങ്ങിയിട്ട് തന്നെ 1 വർഷം ആയിട്ടുള്ളൂ. പിന്നെ ഈ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടും 1 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ കുറേ പേർക്കൊക്കെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയം കിട്ടിയാൽ മാത്രമേ അപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ 1 വർഷത്തിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അല്ല, അങ്ങനെയുള്ളവർക്ക് വാക്സിൻ്റെ ആവശ്യമുണ്ടോ ഡോക്ടർ? വളരെ അത് കൂടുതൽ കാലം കിട്ടുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് വാക്സിനേഷൻ്റെ വീണ്ടും ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില വൈറസുകളൊക്കെ ഉണ്ട്, ചിക്കൻ പോക്സ് അങ്ങനെയുള്ള വൈറസുകളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തരും. അതായത് ആൻറ്റിബോഡി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെമ്മറി സെല്ല് നമ്മുടെ ബോഡിയിലുണ്ടായിരിക്കും. അത് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തരും. പക്ഷേ ഈ ഒരു വൈറസിന് അങ്ങനെയുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം അതിന് ഞാൻ പ്രധാനമായിട്ടൊരു കാരണം കാണുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ വന്ന രോഗികൾക്ക് തന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വാക്സിൻ അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വൈറസ് അങ്ങനെയുള്ള വൈറസുകളിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഡോക്ടർ, എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ചോദിക്കുകയാണ്, അത് അബദ്ധമാണെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. ഇപ്പോൾ ഒരു നമ്മൾ കോവിഡ് ബാധിതനാകുന്നു, അറിയുന്നില്ല, ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം മ്യൂട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ട്രിപ്പിൾ മ്യൂട്ടൻ്റോ ഡബിൾ മ്യൂട്ടൻ്റോ എങ്ങനെയായാലും ഈ ജനിതക വകഭേദം വന്നിട്ടുള്ള ഒരു വൈറസിന് വീണ്ടും നമ്മുടെ ശരീരത്തിൽ കടക്കാൻ കഴിയില്ലേ? നേരത്തെ വന്ന രോഗത്തിൽ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് വളരെ കുറവായിരിക്കും. അത് ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്ര തന്നെ തീവ്രമായ രീതിയിൽ നമുക്ക് വൈറസ് ബാധ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊരു കാര്യം, ഞാൻ ഇന്ന് കണ്ടൊരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ കോവാക്സിൻ എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബിൾ മ്യൂട്ടൻറ്റിന് വളരെ ഇഫക്റ്റീവ് ആണെന്നാണ് കാണുന്നത്. അതിനർത്ഥം ഇപ്പം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള പല വാക്സിനുകളും ഒരു സ്പെസിഫിക് ജീൻ എടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെക്ടർ വാക്സിൻ ആയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ mRNA വാക്സിൻ ആയിട്ടുണ്ടെങ്കിൽ കൂടി ഒരു ഒറ്റ ജീൻ എടുത്തിട്ട്, അതായത് ഒരു സ്പൈക്ക് ജീൻ എടുത്തിട്ടാണ് അതിൻ്റെ വാക്സിൻ എടുത്തിട്ടുള്ളത്. ഒരു സ്പൈക്ക് ജീൻ എടുത്തിട്ട് വാക്സിൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരൊറ്റ ജീൻ അല്ലെങ്കിൽ ആ ഒരൊറ്റ പ്രോട്ടീനിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ കോവാക്സിൻ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം കോവാക്സിൻ എന്ന് പറയുന്നത് ഹോൾ വൈറസ്, അതായത് മൊത്തത്തിലുള്ള വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടാണ് അത് വാക്സിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പലതരം ആൻറ്റിബോഡീസ് ഉണ്ടാവാം. അങ്ങനെ പലതരം ആൻറ്റിബോഡീസ് ഉണ്ടാകുമ്പോൾ അത് പലതരം വൈറൽ എപ്പിടോപ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരൊറ്റ പ്രോട്ടീനെ മാത്രമല്ല പല പ്രോട്ടീനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടായിരിക്കാം അതിൻ്റെ എഫിഷ്യൻസി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിൻ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് തോന്നുന്നത്, ഇന്നത്തെ ആ റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ. ശരി ഡോക്ടർ, അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ആന്റിബോഡിയുടെ ലോഞ്ചിവിറ്റിയെ സംബന്ധിച്ച് നമുക്ക് എത്രത്തോളം സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ആ കാര്യത്തിലൊരു അവ്യക്തതയുണ്ടോ, ഏതാണ്ട് അതിന് സമാനമായ രീതിയിലുള്ള അവ്യക്തത ഒരു പരിധി വരെയെങ്കിലും വാക്സിനേഷന്റെ കാര്യത്തിലും ഉണ്ട്, വകഭേദം വന്ന വൈറസുകളുടെ കാര്യത്തിൽ, അല്ലേ? അങ്ങനെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പറയൂ ഡോക്ടർ സന്തോഷ് കുമാർ, പറയൂ ഡോക്ടർ പറഞ്ഞോളൂ, പറയൂ. ഐ എം നോട്ട് ടോക്കിംഗ് അഗെയിൻസ്റ്റ് ദ വാക്സിൻസ്, പറഞ്ഞോളൂ. ഞാനിതിനകത്ത് നമ്മളിപ്പോൾ ഈ വാക്സിനെ കുറിച്ച് അങ്ങനെയല്ല കരുതുന്നത്. ഈ പറഞ്ഞ ഈ ഒരു വാക്സിൻ ഇപ്പോൾ എടുക്കുന്നതിനെ കുറിച്ച് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നല്ല വാസ്തവത്തിൽ കാണേണ്ടത്, ഒരു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് കാണേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് നമുക്ക് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്, അത് ഈ പറഞ്ഞ ഈ വളരെ തീവ്രമായ രോഗം വന്നവർക്ക് മരണമുണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അപ്പോൾ ഇത് ഒരാളിൽ നിന്ന് അടുത്ത ഈ വാക്സിൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ എഫക്റ്റ് ഒരു വ്യക്തികൾക്കല്ലേ, സമൂഹത്തിനുണ്ടാക്കുന്ന എഫക്റ്റാണ് ഏറ്റവും പ്രധാനം. ഒന്ന്, അത് പടർന്നു പിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു.
അതാണ് ഏറ്റവും പ്രധാനം. രണ്ട്, പറന്ന് പിടിക്കുന്ന സ്പീഡ്, അതായത് നമുക്ക് ചികിത്സ അഥവാ പ്രശ്നമുണ്ടായാൽ പോലും ചികിത്സ കൊടുക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് രോഗികളുടെ എണ്ണം താഴ്ത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം. മൂന്നാമത്തെ കാര്യം, അഥവാ ഈ വാക്സിൻ എടുത്ത ശേഷം രോഗം വന്നാൽ പോലും അത് വളരെ മൈൽഡായിട്ടുള്ള രോഗം. സാധാരണ നമുക്ക് ജീവിതത്തിൽ എത്ര പ്രാവശ്യം ജലദോഷപ്പനി വന്നിരിക്കുന്നു, അതിനാരും മരിച്ചു പോകുന്നൊന്നുമില്ലല്ലോ. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്നു, കുറച്ച് ആൾക്കെങ്കിലും മരിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ അഥവാ രോഗം വന്നാൽ പോലും അത് മരണത്തിലേക്ക് ഒന്നും തീവ്രമായ രോഗമാകാതെ ചികിത്സിക്കാൻ പറ്റുന്ന രോഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് കൊടുത്ത ഒരു 50% ആൾക്കാർക്കെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞ് സംഭവിക്കുന്നതാണ് ഈ രോഗത്തിന് പിന്നെ മുന്നോട്ട് പോകാൻ, ഈ വൈറസിന് പിന്നെ ഈ സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാതെയാകുന്നു. നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ ആയാലും ഇസ്രയേൽ ആയാലും അവിടെ ഓൾമോസ്റ്റ് ഈ പറയുന്ന 50% കൂടുതൽ വാക്സിൻ എടുത്ത എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന സെക്കൻഡ് വേവ് വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഈ ഒരു റിയാലിറ്റി കാണാതെ നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് വരുമോ എനിക്ക് വരാതിരിക്കുമോ എന്നുള്ള ചർച്ചയ്ക്ക് പകരം സാമൂഹ്യമായ ഒരു അവസ്ഥയിൽ നിന്നും ഈ വാക്സിനേഷന്റെ ഗുണത്തെ കാണേണ്ടതുണ്ട്. അത് ഓരോ വ്യക്തിയും അങ്ങനെ തന്നെ കാണണം. അല്ലാതെ എനിക്ക് കിട്ടിയില്ലല്ലോ ഇത് എടുത്തു കഴിഞ്ഞാൽ വാക്സിനേഷൻ കാണേണ്ടത്. അതെ, അതിനകത്ത് ഈ സാമൂഹിക പ്രതിരോധം എന്ന് പറയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ ശതമാനം പേർക്ക് വാക്സിൻ കൊടുക്കണം. അപ്പൊ വാക്സിനെ കുറിച്ച് നമ്മൾ ഇത്രയും സംസാരിക്കുമ്പോഴും ഈവൻ ജനിതക വ്യതിയാനം, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ജനിതക പഠനങ്ങൾ, എനിക്ക് തോന്നുന്നു കേരള സർക്കാരും CSIR-ന്റെ IGIB-യും സംയുക്തമായിട്ട് പഠനം എല്ലാ ജില്ലയിൽ നിന്നും സാമ്പിൾ അയച്ച് നടന്നുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് വരും. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ നമ്മുടെ അറിവിൽ വാക്സിനുകൾ ഫലപ്രദമാണ്. ഇനി ജനിതക വ്യതിയാനം ഞാൻ വാക്സിനേഷനെതിരെ അല്ല, ഞാൻ അതിന്റെ ശാസ്ത്രീയമായ ശരിതെറ്റുകളെ കുറിച്ചായിട്ടാണ്. ദാറ്റ് വാസ് വൈ ഞാൻ ഡോക്ടർ മോഹൻ വലിയ വളരെ സ്പെസിഫിക് ആയിട്ട് ആ കാര്യങ്ങൾ ചോദിച്ചത്. അതെ, എനിക്ക് അതിനകത്ത് ചേർത്തൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ വാക്സിൻ എത്ര എഫിക്കസി ഉണ്ട്, അത് എഫക്റ്റീവ് ആണെങ്കിലും സാമൂഹ്യ പ്രതിരോധം എന്ന് പറയാല് കേരള ജനതയുടെ ഒരു പകുതി പേർക്ക് അത് കൊടുക്കണമെങ്കിൽ ഇനി കുറെ ലക്ഷം പേർക്ക് നമ്മൾ കൊടുക്കണം. 2 ഡോസ് കൊടുക്കണം, 2 ആഴ്ച കഴിയണം. നമ്മൾ ഇന്നത്തെ കുറിച്ച് സംസാരിക്കാം. കാരണം ഈ കൈവിടുന്ന പ്രതിരോധമോ എന്ന് പറഞ്ഞാല് കുറച്ച് കൈവിട്ട് പോയി. അതുകൊണ്ടാണല്ലോ നമുക്ക് 22,000 കേസ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഈ 22,000 കേസിൽ നിന്ന് ഈ നാട്ടിൽ ഒരാളിൽ നിന്ന് 4, 5, 6 പേരിലേക്ക് അവർ ഇൻക്യുബേഷൻ പീരീഡിലാണ് ഇന്ന്. അപ്പൊ അവരിൽ നിന്ന് കേസ് വരും. അപ്പൊ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ പ്രതിരോധത്തെ തിരിച്ച് കൈവിടണമെങ്കിൽ, ഇപ്പം സർക്കാർ ലോക്ക്ഡൌൺ കൊണ്ടുവന്നില്ല. ഇന്നലെ ലോക്ക്ഡൌൺ നമ്മൾ പ്രധാനമന്ത്രി പറയുമോ എന്ന് പ്രതീക്ഷിക്കുന്നു, സംസ്ഥാനത്ത് വരുമോ എന്ന് പ്രതീക്ഷിക്കുന്നു, ജില്ലയിൽ 140. സ്വയം നമ്മൾ ഓരോരുത്തരും സ്വയം ഒരു ലോക്ക്ഡൌൺ എന്ന് നമ്മൾ പറഞ്ഞാല് നമ്മൾ അത്യാവശ്യമല്ല, തൊഴിലിന് വേണ്ടി കുറെ പേർക്ക് പുറത്തു പോവേണ്ടി വരും. നമ്മളിൽ പലരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതല്ലാതെ ഒരു അത്യാവശ്യവും ഇല്ലാത്തവർ, അവർക്ക് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ ഒരു ബബിൾ, നമുക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുമായിട്ട് മാത്രം അടുത്ത കുറെ ദിവസങ്ങളിൽ ഇടപഴകിയാൽ മതി. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഈ ചർച്ച വാക്സിനേഷനെതിരല്ല. നേരത്തെ ഡോക്ടർ സന്തോഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹിക ആരോഗ്യം എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വാക്സിനേഷൻ എടുക്കുന്നത് രോഗത്തെ പൂർണ്ണമായി തടയുക എന്ന ഉദ്ദേശത്തിലല്ല, അതിനേക്കാൾ അപ്പുറം രോഗം മരണകാരണമാകുന്ന തരത്തിലേക്ക് അതിന്റെ തീവ്ര സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ സുരക്ഷ എന്ന നിലയിലാണ് വാക്സിനേഷൻ നമ്മൾ സ്വീകരിക്കേണ്ടത്. വാക്സിനേഷൻ സാമൂഹിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഡോക്ടർ ശ്രീജിത്ത് എൻ കുമാർ, ഈ നിർണായക ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളോട് IMAക്ക് എന്താണ് പറയാനുള്ളത്? ഏതായാലും ആ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. കാരണം നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ജനങ്ങളിലേക്ക് എന്ത് സന്ദേശം എത്തുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും പലപ്പോഴും സാങ്കേതികമായി പോകുന്നു. അപ്പോൾ പ്രായോഗികമായി ജനങ്ങൾ എന്താണ് അറിയേണ്ടത്? വളരെ നല്ലൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഇതാണ് ജനങ്ങൾ അറിയേണ്ടത്. ഞാനിതിനെ 2 രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വ്യക്തികളെന്ന രീതിയിൽ നാം എന്ത് ചെയ്യണം. 2, സമൂഹമെന്ന രീതിയിൽ നാം എന്ത് ചെയ്യണം. വ്യക്തികളെന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നാം ചെയ്യാനുള്ള 2 കാര്യങ്ങൾ, സാമൂഹ്യ വാക്സിൻ അതുപോലെ മെഡിക്കൽ വാക്സിൻ. ഇത് രണ്ടും, സാമൂഹ്യ വാക്സിൻ തീർച്ചയായും സ്വീകരിക്കണം. മെഡിക്കൽ വാക്സിൻ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നാം എല്ലാവരും വാക്സിനേറ്റഡ് ആകണം. അതിന് സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ആദ്യം ആരോഗ്യ പ്രവർത്തകരായിരുന്നു, പിന്നെ മുതിർന്ന പൗരന്മാർ, രോഗാതുരത കൂടുതലുള്ള ആളുകൾ,
പിന്നെ മുതിർന്ന ആളുകൾ ഇനിയിപ്പോൾ May 1 മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ലഭ്യമായി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ശ്രേണിയിലൂടെ എല്ലാവർക്കും വാക്സിൻ ലഭിക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും വലിയൊരു സുരക്ഷിതത്വം ഉണ്ടാകുന്നു. നേരത്തെ ശ്രീ ഗോപികൃഷ്ണൻ തന്നെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു, വീടുകളിൽ വലിയ വ്യാപനം ഉണ്ടാകുന്നില്ലേ? ശരിയാണ്, വീടുകളിൽ ഒരുപാട് വ്യാപനം ഉണ്ടാകുന്നുണ്ട്. ആ വ്യാപനം നമുക്ക് പ്രതിരോധിക്കേണ്ടതുമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ എവിടെ ആർക്ക് പനി ഉണ്ടായാലും ഇത് കോവിഡ് ആയിരിക്കും എന്ന് നാം അനുമാനിക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു പനിയോ പനിക്ക് സമാനമായ ലക്ഷണങ്ങളോ ജലദോഷമോ തുമ്മലോ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ വീട്ടിലെ ബാക്കി എല്ലാ പേരും അവരും ഐസൊലേറ്റ് ചെയ്യണം, ഈ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്യണം. അപ്പോൾ പനിയുടെ എന്തെങ്കിലും ഒരു ലക്ഷണം തോന്നി തുടങ്ങുന്നു, ഒരു ചെറിയ തൊണ്ടവേദന അല്ലെങ്കിൽ തുമ്മൽ, ഇതാകാതിരിക്കട്ടെ, പക്ഷെ ആണെങ്കിൽ പോലും, കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി കോവിഡ് ഉണ്ടാകുന്ന ഓരോ വീട്ടിൽ നിന്നും 4-5 പേര് വീട്ടുകാർ മുഴുവൻ കോവിഡ് ബാധിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് പലപ്പോഴും നേരത്തെ നമ്മളിവിടെ ഒരു ഡോക്ടറും അത് സൂചിപ്പിച്ചിരുന്നു, വീട്ടിൽ ഈ മുൻകരുതൽ നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ അഥവാ ആർക്കെങ്കിലും രോഗം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയുമായി സമ്പർക്കത്തിൽ വരികയാണെങ്കിൽ, ഇപ്പം മകൻ പോയ വീട്ടിൽ ഒരാൾക്ക് കോവിഡ് വന്നിരിക്കട്ടെ, അപ്പം തന്നെ പുള്ളിയെ ഐസൊലേറ്റ് ചെയ്യുക, വീട്ടിൽ കഴിയുന്നതും എല്ലാ ജനലും വാതിലും തുറന്നിടുക, വായു സഞ്ചാരം ഉറപ്പുവരുത്തുക, എല്ലാവരും മാസ്ക് ധരിക്കുക, ആൻഡ് ഈ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആരെയാണോ ഉടൻ തന്നെ ടെസ്റ്റ് ചെയ്യുക, ആൻഡ് അദ്ദേഹത്തിൻ്റെ പാത്രങ്ങളും മറ്റുമൊക്കെ വേറെ സൂക്ഷിക്കുക. ഇനി ചില സാഹചര്യങ്ങളിൽ അത് തികയാതെ വരും. ചില വീടുകൾ വളരെ ചെറുതായിരിക്കാം, ഫ്ലാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറിയായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും വേറൊരു ഐസൊലേഷൻ ഫെസിലിറ്റിയുടെ ആവശ്യമുണ്ട്. അത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സോ ഹോസ്റ്റൽ റൂംസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റൂമോ അങ്ങനെയുള്ളിടത്ത് മാറാനുള്ളൊരു പെയ്ഡോ അൺപെയ്ഡോ ആയിട്ട് മാറാനുള്ളൊരു ഫെസിലിറ്റിയും കൂടി നാം ഒരുക്കേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ നമ്മൾ ഈ വ്യക്തിപരമായിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഈ രോഗം നമ്മൾ നിയന്ത്രിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കണ്ണി സാമൂഹ്യപരമായി നാം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാകുന്നില്ല. നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള സാമൂഹിക ഇടപെടലുകളുണ്ട്. ഇപ്പം ഞാൻ തന്നെ IMAയുടെ ഭാരവാഹിയാണെന്ന് പറഞ്ഞ മാതിരി, ഇപ്പോൾ ഡോക്ടർ സന്തോഷ് മെഡിക്കൽ കോളേജിൽ ഒരു മുതിർന്ന മേധാവിയാണ്, ഡോക്ടർ ഇന്ദു അതുപോലെ ഒരു വലിയ ടീച്ചറാണ്, ഗൈഡാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പേരും ഇടപെടുന്ന ഓരോ മേഖലകളുണ്ട്. ഈ മേഖലയിൽ നാം സ്വയം ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും നമ്മുടെ കൂടെ ഉള്ളവരെ നിയന്ത്രണങ്ങൾ പാലിക്കാൻ പര്യാപ്തരാക്കുകയും ചെയ്യണം. ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ച iSafe എന്ന് പറയുന്ന ഒരു മാതൃക. ഞാനിത് മുമ്പും സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ 1000-ഓളം ചെറിയ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ, കഴിഞ്ഞ ലോക്ക്ഡൗൺ അതിൻ്റെ മൂർധന്യതയിൽ നിൽക്കുമ്പോൾ പോലും കേരളത്തിലെ ആദ്യ 50% ആശുപത്രികൾ 3 ആഴ്ചയോളം അടഞ്ഞു കിടന്നു. പക്ഷെ 96% ക്ലിനിക്കുകളും ആശുപത്രികളും തുറന്നതുകൊണ്ടാണ് കേരളത്തിൻ്റെ മരണനിരക്ക് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത്. കാരണം കോവിഡ് മാത്രമല്ല, കോവിഡ് ഇതര രോഗങ്ങളുടെ ചികിത്സയും പ്രത്യേകിച്ച് ഈ ചെറിയ ക്ലിനിക്കുകളിലും ആശുപത്രികളിലും ഈ മുഴുവൻ സമയവും നടന്നുപോയി. മാത്രവുമല്ല, ആശുപത്രികളാണ് പലപ്പോഴും കോവിഡ് വ്യാപന കേന്ദ്രങ്ങളായി മാറുന്നത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായില്ല. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും വളരെ കുറവ് കേസുകളാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കേരളത്തിലെ എല്ലാ ചെറുകിട ആശുപത്രികളെയും ക്ലിനിക്കുകളെയും IMAയുടെ ഈ iSafe മാതൃകയിൽ അവരെ ഇതിന് കൃത്യമായ പരിശീലനം നൽകുകയും വേണ്ടുന്ന ഉപകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഈ മാതൃക നമ്മുടെ എല്ലാ സന്നദ്ധ സംഘടനകളും പിന്തുടരണം. ലയൺസ് ആയാലും, റോട്ടറി, വ്യാപാരി വ്യവസായ സമിതി, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെ എല്ലാ പേരും സ്വയം ഇത് ഏറ്റെടുത്ത് സ്വയം ഓരോ സമൂഹവും ഓരോ വ്യവഹാര കേന്ദ്രങ്ങളും സുരക്ഷിതമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വ്യാപനം. ശരി ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. അതിസങ്കീർണമാണ് നമ്മുടെ മുന്നിലുള്ള സാഹചര്യം. ഇനി വരുന്ന ആഴ്ച അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കലുമാണ്. നമുക്ക് സാമൂഹിക വാക്സിനേഷൻ എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും കരുത്തുറ്റ മാർഗം. വാക്സിനേഷൻ അതിൻ്റെ മുറയ്ക്ക് എല്ലാവരും സ്വീകരിക്കുക. മരണ കാരണമാകുന്ന തരത്തിലേക്കുള്ള കോവിഡിൻ്റെ തീവ്ര സ്വഭാവത്തെ നിയന്ത്രിച്ച് നിർത്താൻ, അതിനെ മയപ്പെടുത്താൻ വാക്സിനേഷൻ സഹായകരമാകുന്നു എന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഈ ചർച്ചയിൽ പങ്കെടുത്തു, അഭിപ്രായപ്പെട്ടു. ആ അഭിപ്രായത്തോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.